അപ്പോൾ നമ്മുടെ ഡെഡിക്ക് കെട്ടിയിട്ട് പിന്നെ ചോറ് കൊടുത്താൽ തിന്നൂല, അങ്ങനെ വെച്ചു. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നല്ല തണുപ്പ്, നല്ല മഴക്കാറും മഴയും മഴ ചാരിന് രണ്ട് പ്രാവശ്യം. അതിനെ കൊണ്ട് എല്ലാവരും ഷട്ടറും കോട്ടെല്ലാം സട്ടറിലായിട്ട് ഇരുന്നു. എന്താ പരിപാടിക്ക് ഇത് രാവിലെ അനുസരിച്ചിട്ട്? രാവിലെ ചട്ടപ്പുട്ട് നല്ല പുറത്ത് നല്ല മഴ വന്നിട്ട് നല്ല തണുപ്പുണ്ട്, അങ്ങനെ ചട്ടപ്പുട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ പപ്പടം പിന്നെ പഴം. നല്ല അടിപൊളിയായിട്ടുണ്ടോ ഈ മയക്കും? രാവിലെ ഈ ടൈമിലല്ല മഴ വരില്ലല്ലോ, ഇതെന്തെങ്ങനെ? ഇതിപ്പോ കാപ്പിവരെ ടൈമാണ്, അപ്പൊ അതെന്താ അറിയില്ല, മഴ വന്നിന്. അപ്പൊ ഈ മഴ എല്ലായിടത്തും പെയ്തിന്, അത്ര മടക്കര മൈസൂർ ഇവിടെ എല്ലാം പെയ്തിന്. അങ്ങനെ നല്ല തണുപ്പ്, നല്ല ഇപ്പൊ എന്തെങ്കിലും ഇത് കൂടെ ആവി വരും. ഞാനിപ്പോ ഇത് എന്താണ് മൂടിയത്? മിക്സിന്റെ ചാറില് അതെ മൂടിയതല്ല, അതിന്റെ മേലെ ഒരു ചെറിയ ഓട്ടുണ്ട്, അതിൽ കൂടെ കാറ്റ് വരല്ലേ. നല്ല ഐഡിയ. താഴെ ചിരട്ട, അത് ചൂടുവെള്ളം വെച്ചിട്ട് വെള്ളം തളിക്കുമ്പോ ഇതൊരു എളുപ്പം പണിയല്ലേ, വേഗാവും കൂട്ട്. നല്ല ആ ചിരട്ടന്റെ മണം കൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും അല്ലേ. അപ്പൊ ഞാനൊന്ന് തിന്ന് നോക്കട്ടെ. അപ്പൊ ഞാൻ ഒന്ന് പുട്ട് ടേസ്റ്റ് നോക്കട്ടെ. ചിരട്ട പുട്ട് നല്ല ചൂടുണ്ട്, എന്നാ പുക വരുന്നുണ്ട് ബാക്കിയതല്ലേ. അപ്പൊ പുറത്ത് ഈ മഴയും ഈ തണുപ്പും ഇതാ ഷട്ടറെല്ലാം ഇട്ട് നല്ല തണുപ്പുണ്ട്. അതിനോട് ഇതൊരു കോമ്പിനേഷൻ നോക്കാം. ഗീത പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടോ പറഞ്ഞിട്ട്, പപ്പടം ചിരട്ട പുട്ട് പഴം, ഇത് മൂന്നും കൂടി കുഴച്ചിട്ട് ചെറുപഴമാണ് വേണ്ടത്. വീടുകളിൽ നോക്കുമ്പോ ചെറുപ്പഴം ഇല്ല, അപ്പൊ ഈ പച്ചപ്പഴം കിട്ടി. അപ്പൊ ഉണ്ടാവും അല്ലേ, നോക്കാം, തിന്ന് നോക്കട്ടെ. പഴം പപ്പടം മൂന്നും കൂടി കുഴച്ചിട്ട് ഒരു പൊടി, ഇന്നിക്കൊരു പൊടി. ഫസ്റ്റ് നിങ്ങളൊരു ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ട് പറയണോ? അടിപൊളിയാ. ചിരട്ട പുട്ടാക്കിയാണ്. ഇത് ചിരട്ട പുട്ടാണ്. പിന്നെ പാങ്ങുണ്ടാവും ഇത് തിന്നാന്, നല്ല മണമായിട്ട്. ഇവരെല്ലാം പഴം കൂട്ടിട്ട് തിന്ന്, ഞാൻ പപ്പടം കൂട്ടിട്ട് കൂട്ടിട്ട് ഞാൻ തിന്നാം. അതൊന്ന് നോക്കാം ടേസ്റ്റ് അല്ലമ്മ. അമ്മ ഒന്ന് തിന്നിട്ട് ടേസ്റ്റ് പറയട്ടെ. നമ്മള് കൊറേ പ്രാവശ്യം ആക്കിനല്ലേ ചിരട്ടപ്പുട്ട്, ഒരിക്കാക്കി നമ്മള്. അപ്പൊ ഞാൻ 2 പ്രാവശ്യം ആക്കി. നല്ല കറിയും ഉണ്ടായെങ്കിൽ നല്ലത്, ഇങ്ങനെയും തിന്നാൻ നല്ലതായത് പുട്ട്. അമ്മക്കുള്ള സുഖല്ല, അങ്ങനെ മരുന്നെല്ലാം കഴിച്ചോണ്ടിരിക്കലാണ് അല്ലേ അമ്മ? ഇപ്പൊ ടേസ്റ്റ് കുഴപ്പമില്ല അല്ലേ? പിന്നെ എന്ത് അതൊക്കെ എന്താക്കണേ? പറഞ്ഞ് ഗീതയാക്കിട്ട് ഇപ്പൊ ഗീത ടേസ്റ്റ് പറയണ ലാസ്റ്റക്ക് നമ്മളുടെ എല്ലാം ആയി. ഓ നീന് പുട്ടക്ക് മത്തി മീന് തിന്നണ. അതെ ഡോക്ടർ പറഞ്ഞു ബിപി ജാസ്തി ആയിട്ടുണ്ട്, അതിന് മത്തി മീന് അങ്ങനത്തെ ഒന്നും മീൻ ഇപ്പൊ തിന്നണ്ട കുറച്ച് ദിവസം പറഞ്ഞില്ല. എനിക്കിപ്പോ ഇതേ തിന്നുള്ളൂ അല്ലേ, അത് കണ്ടപ്പോ തിന്നണം. പിന്നെ ഏത് ഡോക്ടർമാര് എന്ത് തിന്നാണ്ട പറഞ്ഞ അതേ തിന്നാൻ തോന്നുന്നേ സൂക്കേടുകാർക്കല്ലേ. അപ്പോഴല്ലേ സൂക്കേട് അധികം അവന്. അപ്പൊ അങ്ങനെ പുട്ടും പഴവും പിന്നെ പപ്പടം, മത്തി മീനും, ഇത് ഇത്ര കൂട്ടിട്ട് തിന്നു നോക്കണം. നല്ല മരുന്നാ.
പയത്തിന്റെ ഒപ്പം മീൻ കൂട്ടാനേ പാടില്ല. അതെ ಸೇರಲೇಬೇಕು ನೀನು ನಾನು ಎಂದಾದರೂ ಸೇರಲೇಬೇಕು ಜೋಗುಲಯ ಉಂಜಾಲೆ ತೂಗಲೇಬೇಕು ನೀನು ನಾನು ಎಂದಾದರೂ ಸೇರಲೇಬೇಕು. സൂപ്പർ ഉണ്ടായി പാട്ട്, സൂപ്പർ അടിപൊളി ഉണ്ടായി. അല്ലാതെ നല്ല പാട്ട്. അതെ. പിന്നെ നമ്മളുടെ പൂവെല്ലാം നോക്കപ്പോ വിരിഞ്ഞിട്ട് എത്ര പാടുന്നുണ്ട് വെച്ചു അല്ലേ? ഇന്ന് മഴ ഉണ്ടല്ലോ, തണുപ്പുണ്ടല്ലോ, നല്ല തണുപ്പുണ്ട്. ലേസമായ ചാരിന്ന് അതിനെ കൊണ്ട് കുറച്ച് തണുപ്പ് കൂടുതലായി. പിന്നെ ഈ മഴ ചാരിയെ കൊണ്ട് ഒരു 5-6 ചെടിയിൽ ഇവിടെ പൂ വെച്ചിന്. ആ മഴയുടെ ഈ ചൂട്ടിക്കൊന്നും ശരിയാവുന്നില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ചെണ്ടുപൂവെന്ന് പറയുന്ന ഇത് 2 ചെടി വന്നു ഇവിടെ. കോയോ ചെടിയും വെക്കുന്നില്ല, എങ്ങനെയോ തെറ്റിയിട്ട്. പിന്നെ ഇത് വന്നിട്ട് ഡേലിയ പറയും. ഡേലിയ പൂവ്. ആ ഇത് ഡേലിയ. അതും കോഴി കൊത്താണ്ട് ബാക്കി വെച്ചതാ. പിന്നെ കറുന്തുളസി നമുക്ക് മരുന്നിക്ക് കഷായത്തിനാവുന്ന കറുന്തുളസി. ഇത് അങ്ങനെയാണ്. ഇതൊക്കെല്ലാം പോണോ ഇന്ന് ഞായറാഴ്ച സ്കൂൾക്ക് ലീവെല്ലാം കൊണ്ട് കുട്ടികളെല്ലാം കിട്ടിന്ന്. ഇല്ലെങ്കിൽ കാണാനേ കിട്ടില്ല. ഒരാഴ്ചയായി ഇവരിനെ കണ്ടിട്ട്. അതെ നീ വരുമ്പോഴേക്ക് ഇരുട്ടാവല്ലേ, അവര് കിട്ടില്ല. ഇന്ന് പിന്നെ വീട്ടിലെ ഉള്ള കൊണ്ട് അവർക്ക് ലീവ് ആയതുകൊണ്ട് ഞാൻ രാവിലെ 7 മണിക്ക് പോയാൽ രാത്രി 8, 9 മണി 10 മണിയെല്ലാം ആവും വരുമ്പോ. ചിലപ്പോ ലേറ്റ് ആവും. ഇവിടെ മടിയിൽ കയറിയിരുന്നെ. അവനിപ്പം കൂടി തണുപ്പ് തടുക്കാനാവാണ്ട് ഇവിടെ റെക്കനെ കൂട്ടിട്ട് അവൻ ഇരിക്കുന്നില്ല. ഇരുന്ന് അവിടെ ഞങ്ങൾ പിടിച്ചിട്ട് ഇപ്പൊ ഇരുന്നിട്ടുള്ളത്. നല്ല തണുപ്പുണ്ട്. അതെ. കോഴികള് പറയുന്നത് അതിനും തണുപ്പുണ്ട്. അതല്ല പൊറുതിട്ട് കിടക്കുക അത് ഇങ്ങനെ ആയിട്ട്. അതെ എന്തേ തണുപ്പാ? അതേന്ന്. അപ്പൊ ഇന്ന് ഞായറാഴ്ച ചോറെല്ലാം വെച്ചിട്ട് ചന്തക്കെല്ലാം പോയിട്ട് വന്നിട്ടായി. അപ്പോ പിന്നെ കുട്ടികളെല്ലാം പോയിട്ടായി. നല്ല കുസിയുണ്ട്. ഇന്ന് ടൈം പോയത് അറിഞ്ഞിട്ടില്ല. അവര് കുട്ടികളെല്ലാം ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് അടുത്തായ കൊണ്ട് കളിക്കുന്നുണ്ട് കുട്ടികള്. അല്ലെങ്കിൽ ഒരാളും ഉണ്ടാവില്ല, എല്ലാരും പണിക്ക് പോകും. അമ്മ ഒറ്റക്ക് ഉണ്ടാവും. അമ്മയും ഈ 4 കോഴിയും ഈ നായും. അതെ. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം. അതെ. ബൈ.